പക്ഷേ അതിമോഹം ചക്രം ചവിട്ടും. ആൾക്കാരന്മാരി മുത്തുകൊണ്ടന എൻ ജീവിതം ரொம்ப കഷ്ടം. മലയിലേഴും നെട്ട് മുതലാളി വീട്ടിലെത്തി വേലയെല്ലാം ചെയ്യണം, തിരിച്ച് വീട്ടിലെത്തണം. അടിച്ചു ചുവച്ചിട്ട് വേണ്ട. ഒരു നാൾ ധൈര്യമായി ഞാൻ പോയിടുമ്പോൾ ഇന്നു മുതൽ 5 രൂപ நான் மிச்சம் பிடிக்கிறேன். ഒരു മാസം കഴിഞ്ഞാ ഞാൻ என்ன பண்ணுவேன்? അനക്ക കായലൊരു കുഞ്ഞാടിനെ വാങ്ങിച്ചൂടെ? ആട്ടിക്കുട്ടിയത് നല്ലതാകുമേ, 4 കുട്ടികളെ തന്നിടുമേ, അവയും വലുതാകും, നിറയെ കുട്ടികൾ വിറ്റാൽ കൈ നിറയെ കാശും വരും. അപ്പൊ ഞാൻ என்ன பண்ணுவேன்? ഒരു പശുവിനെ വാങ്ങിച്ചോളാം. പോയി ഞാൻ ലക്ഷണമൊരു പശുവിനെ വാങ്ങിച്ച് പകർക്കും. പാല് പോലെ തൈര് വെണ്ണ നെയ്യ് ചാണകം വിറ്റ് കാശ് വാരും. അപ്പൊ ഞാൻ என்ன பண்ணுவேன்? നിനക്ക് കാശി പലിശ കൊടുത്തു. വട്ടി പലിശക്ക് കടം കൊടുക്കും ഞാൻ, കാശുണ്ടാക്കും വേണ്ടുവോളം. പട്ടണത്തിൽ വാടിയ വടിയും നാട്ടുകാരെ വിളിച്ചു സത്യ നൽകും. അന്ന് ഞാൻ കടുത്തു തൂങ്ങും മാലയിട്ട്, കാതു തൂങ്ങും കമ്മലിട്ട്, കല്ല് വെച്ച വളകളിട്ട്, മുക്കുകുത്തി വൈരമിട്ട്, പവളാമിട്ടുന്ന ചേല ചുറ്റി മുക്കമുള്ളൊരു ചെരുപ്പേ കയറി വേലക്കാരി കൊണ്ടുവരുന്നേ എന്നടി സമാചാരം. നൂറിലായിൽ പാട്ടുക്കളാ. இங்க ஒரு தைரியக்காரி வந்திருக்கியா? தெரியும், எனக்கு தெரியும், குசும்பி பெண்ணவள் தெரியும். என் கூட தயிர் விட்ட மீனாட்சி பெண்ணவள் அவமானம் செய்ய வந்திருக்கையா? விளையடி அவளே சிங்காடியே, பணக்காரி கமலாட்சி ஆனந்து நினைச்சவள் முதுகுத்தி பிடிச்சு நான் முதுகத்து நோக்கி உயர்த்தி ஆங்கிச்ச. ஐயோ கடவுளே, என் தைரெல்லாம் போயாச்சு. கணவன் கிட்டே என்ன சொல்லுவே? அடியும் சவிட்டும் எனக்கு கிட்டும் சொப்னம் காணாம் மாலோகரே. ஆனா வேலை செய்யும்ப மட்டும் கண்டுடாது. வேலை செய்திடாதே, காசு கிடக்கணும், பெரியவரா வேണം ஏவக்கும்.